അപ്പോൾ യെശയ്യാ പ്രവാചകന് കൊടുത്തിരിക്കുന്ന വിശേഷണ പദം സുവിശേഷ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പറ്റി ഇതുപോലെ ആത്മാവ് ദർശിച്ച് പ്രവചിച്ച വേറൊരു പ്രവാചകനില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിക്കൂട്ടി കയറ്റുക. ഇപ്പോഴത്തെ പ്രവാചകന്മാർ സിംഹഭാഗവും ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. നമ്മൾ യേശുക്രിസ്തുവിനെ പറ്റി അല്ല കൂടുതലും പ്രവചിക്കുന്നത്. വണ്ടി മേടിക്കുന്നതായിട്ട് കാണുന്നു, വസ്തു എഴുതുന്നതായിട്ട് കാണുന്നു. അല്ല, ആൾക്കാർക്ക് അതാ ഇഷ്ടവും. ചുമ്മാ ഇരിക്കുന്നതിനോട് വസ്തു എഴുതുമെന്ന് പറഞ്ഞാൽ അവൻ ഗ്ലോറി എന്ന് പറഞ്ഞ് വിലപ്പെടും. അവൻ വസ്തു മേടിക്കുന്നതും വണ്ടി മേടിക്കുന്നതും കല്യാണം നടക്കുന്നതും ഇങ്ങനെയുള്ള ഭൗതിക വിഷയങ്ങളെ ആസ്പദമാക്കിയ ധാരാളം പ്രവചനങ്ങൾ വരുന്നത്. ഞാൻ പ്രവചനത്തിനെതിരല്ല, പ്രവചന ശുശ്രൂഷ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് നിന്നിട്ടില്ല. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ ഒരു വിശേഷത, താൻ സുവിശേഷ പ്രവാചകനാണ്. യേശു ക്രിസ്തുവിനെ പറ്റി ഇതുപോലെ അടുക്കടുക്കായിട്ട് പ്രവചിച്ച വേറൊരു പ്രവാചകൻ ഇല്ല. കാരണം ക്രിസ്തുവിൻ്റെ കന്യകാ ജനനം മുതലാ ഈ പ്രവാചകനം കൊണ്ട് തുടങ്ങിയത്. 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യമൊക്കെ നമുക്ക് മനപ്പാഠമാണല്ലോ. ഒന്ന് വായിച്ചേര്. ഇപ്പോൾ ഈ കൊച്ചേതാ അവിടെ അടങ്ങിയിരിക്കാൻ പറ. അടങ്ങിയിരിക്കത് അങ്ങ് കയറൂരി വിടുക. നിർബന്ധമായ ഒരു 2 കാര്യം പറയാം. യോഗത്തിന് വന്നാലും കൊള്ളാം, വന്നില്ലേലും കൊള്ളാം, കൈ തന്നാലും കൊള്ളാം, കൈ തല്ലേ. യോഗത്തിന് കുഞ്ഞുങ്ങളെ അടക്കിയിരുത്തണം. 1. 2, മൊബൈലുള്ളവർ സൈലൻ്റ് ഇടണം, അല്ലെങ്കിൽ അത് ഓഫ് ആക്കണം. 3, ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോരുത്, ചന്തയല്ല. യോഗത്തിന് വന്നാൽ ഇവിടെ ഇരിക്കണം. പിന്നെ ഒരു 9 മണി കഴിഞ്ഞ് പോകേണ്ടവർക്ക് പോകാം. കുറഞ്ഞ 9 വരെയെങ്കിലും ഇരിക്കണം. ഇതങ്ങ് പാസ്റ്റർമാരും പറയത്തില്ല. കാരണം പാസ്റ്റർമാർ വിശ്വാസിയെ പേടിച്ചായിരിക്കുന്നത്. അവരുടെയും കുഴപ്പമല്ല, പറഞ്ഞ ഉടനെ ട്രാൻസ്ഫർ ആകും. ചില അച്ചായന്മാരാണല്ലോ സഭ ഭരിക്കുന്നത്. അവൻ്റെ പിള്ളേരെയോ അനിയത്തിയുടെ പിള്ളേരെയോ ചേട്ടൻ്റെ പിള്ളേർ പറഞ്ഞാൽ പാസ്റ്റർ ഉടനെ പറയും, വൈകിട്ട് ഫോൺ വരും, നീ എങ്ങാനും എനിക്ക് ഫോൺ ചെയ്താലാ ഞാൻ ആരാധനയ്ക്ക് അതിൻ്റെ പവിത്രതയും ചിട്ടയുണ്ട്. ഇത് കാള കളിക്കുന്ന സ്ഥലമല്ല. ആ കാര്യത്തിനൊക്കെ ഞാൻ ഇന്ന് ആരോട്ടോട് പറഞ്ഞു, ആ കാര്യത്തിനൊക്കെ ഞാൻ ബഹുമാനിക്കുന്നത് TPM-കാരെയാണ്. എന്തോ നീറ്റാണെന്നറിയാം അവിടുത്തെ കാര്യങ്ങൾ. അവിടെ നിന്ന് ഇതുപോലെ പിള്ളേർ സഭയ്ക്കകത്തൂടെ കിടന്ന് ഓടുകയല്ല. ഏത് കുഞ്ഞൻ്റെ മോനാന്നേലും അവിടെ അടക്കിയിരുത്തും. അവിടെ മുട്ടയിലേ ഇരിക്കുള്ളൂ. അല്ലെ പലപ്പോഴും ഒന്ന് കണ്ട് പഠിക്കണം. മുട്ടയിലിരിക്കും. അതിന് ഗുണം എന്നാന്ന് ചോദിച്ചാൽ അവിടെ കമ്മിറ്റി ഇല്ല, ബോർഡില്ല. ബോർഡ്, കൗൺസിൽ, ബോർഡ്. ഇവിടെ മൊത്തം ബോർഡല്ലേ. ഒന്ന് പറഞ്ഞ് 2-ാമത്തിന് അടിയന്തര ബോർഡ് കൂടിയ ചുടനെ ഇവൻ ചാട്ട കയറ്റുക. ദൈവത്തെ ആരാധിക്കുന്നതിൽ മര്യാദയ്ക്കും മാന്യമായിട്ടും അന്തസ്സിനും ഭക്തിയോടും ഭയത്തോടും ആരാധിക്കണം. ഇത് ഇവിടുത്തെ ലോക്കൽ പാസ്റ്റർമാർക്ക് പറയാനൊക്കത്തില്ല. പറഞ്ഞാൽ നിങ്ങളവരെ പൊരിപ്പിക്കും. ഞാൻ പറഞ്ഞാൽ അവിടെ ഞങ്ങൾ പോവുകയും ചെയ്യും. നീ ഓത്രാഴ്ച ഒന്നും തരണ്ട, അത് വേറെ ആർക്കെങ്കിലും കൊടുക്കും. എൻ്റെ ഓത്രാഴ്ചയ്ക്ക് അങ്ങനെ ആ ഉദ്ദേശത്തിൽ വന്നതല്ല. പിന്നെ ശുശ്രൂഷിക്കുമ്പം ദൈവകുഞ്ഞുങ്ങൾ തരുന്നത് മേടിക്കാറുമുണ്ട്. സുഖിപ്പിച്ചേച്ച് വേണ്ട, മേടിക്കുന്നവർക്ക് കൊടുത്താൽ മതി. ദൈവത്തെ ആരാധിക്കുമ്പം മര്യാദയ്ക്ക്. ആ കാര്യത്തിൽ TPM-കാരെ ഞാൻ ബഹുമാനിക്കുന്നു. അവിടെ എല്ലാം മുട്ടയിലായിരിക്കുന്നത്. വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് മുട്ടയിലായിരിക്കുള്ളൂ. വേറെ കാര്യമുണ്ട്, ഇവിടെ പാസ്റ്റർമാർക്കും പേടിയാ. ഇവിടെ അഥവാ പറഞ്ഞുകൊണ്ട് ഇവൻ അടുത്ത സഭയിലോട്ട് പോകും. അവനെ നോക്കിയിരിക്കും, അവനെ പിടിച്ച് സെക്രട്ടറി ആക്കും. അവിടെ അടിയുണ്ടാക്കി വെച്ച് പോകുന്നതിന് എന്നാൽ ബ്രദർ സെക്രട്ടറി ആയിക്കോളാൻ പറയും. അവനും ഇഷ്ടമാണ്. TPM പിന്നൊരു കാര്യമുണ്ട്, TPM എന്നൊരു സഭയിൽ നിന്ന് മുടക്കിയ വേറൊരു TPM എടുക്കത്തില്ല. തന്നെയല്ല, ഒരു TPM പൊളിച്ചേച്ച് വേറൊരു TPM ഉണ്ടാക്കാനും ഒക്കത്തില്ല. ഇവിടെ ഒന്ന് തല്ലിപ്പിരിച്ച അപ്പുറം ഉടനെ അടുത്ത ബിൽഡിങ്ങിൻ്റെ അടിയിലോട്ട് സഭ ഉണ്ടാക്കുകയല്ലേ. എന്നെ ഒരു അരുതാഴിയെ പോലെ ഇന്നിങ്ങനെ പോട്ടെ, അടുത്ത യോഗത്തിന് ആൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആൾ വരണം, ഇങ്ങനെ വരാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് ആരോടും വൈരാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിന് ചിട്ടയുണ്ട്. വായിച്ച ഒരു വാക്യം തെളിവിന് വായിച്ചേ. എബ്രായ ലേഖനം 9:1. വായിക്കുകയല്ലേ? എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങൾ, ആരാധനയ്ക്ക് ചട്ടമുണ്ട്. വഴിവിട്ടും ക്രമം വിട്ടും വ്യവസ്ഥ തെറ്റിയൊന്നുമുള്ള ആരാധനയ്ക്ക് അതിൻ്റെ ക്രമങ്ങളുണ്ട്. എനിക്ക് വൈരാഗ്യമൊന്നുമില്ല, വാശിയൊന്നുമില്ല. ഞാനതുകൊണ്ടല്ല പറഞ്ഞത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ അത് പിള്ളേർ മാത്രമല്ല, പ്രായമുള്ളവരും. സ്വോത്രമൊന്നും പറയണ്ട, മര്യാദയ്ക്ക് ഇരുന്ന് തന്നാൽ മതി. ഇനിയിപ്പോൾ ചൊല്ലി പറയുന്നുണ്ട്, നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ദൂത് നിങ്ങൾ സ്തുതിക്കാതിരിക്കുമ്പോഴാണ് എനിക്ക് ദൂത് വരുന്നത്. കാരണം ഞാൻ ദൂതുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്.
ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിൻ്റെ ഭക്തിയോട് ചുട്ടുകോടും ആരാധിക്കണം. അത് ദൈവമക്കളെല്ലാം വളരെ ശ്രദ്ധിക്കണം. ഇതാരോടും ഇഷ്ടക്കേടുണ്ടായിട്ട് പറഞ്ഞതല്ല, അതിൻ്റെ കാര്യം പറഞ്ഞു തരിക. കർത്താവിന് മഹത്വം. അപ്പൊ യെശയ്യാ പ്രവാചകന്റെ വിശേഷത, യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ താൻ പ്രവചിച്ച ആളാ. വായിച്ചേ ദൈവദാസി 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. കണ്ടോ? അപ്പൊ കന്യക ഗർഭിണിയായി ഒരു മകനെ, അപ്പൊ കന്യാസൂനുമായി ഭൂമിയിൽ അവതരിക്കാൻ പോകുന്ന അവൻ മഹത്വവാനായ ക്രിസ്തുവിനെ ആത്മാവിൽ 1700 കൊല്ലം മുമ്പ് ദർശിച്ച പ്രവാചകനായ യെശയ്യാവ്. ഏറ്റവും വലിയ വെളിപ്പാട് എന്താന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ആരാണെന്ന് അറിയുന്നതാണ്. അതിലപ്പുറം വേറൊരു വെളിപ്പാടില്ലെന്നുള്ളതാ. ഏറ്റവും വലിയ വെളിപ്പാട് യേശു ക്രിസ്തു ആരാണെന്ന് അറിയുന്നതാ. ആരാ യേശു ക്രിസ്തു? നിന്റെ പാപത്തെ മോചിക്കുന്നവൻ. ആരാ യേശു ക്രിസ്തു? നിനക്ക് സമാധാനം നൽകുന്നവൻ. ആരാ യേശു ക്രിസ്തു? നിനക്ക് നിത്യജീവൻ നൽകുന്നവൻ. ആരാ യേശു ക്രിസ്തു? നിന്റെ സകല പാപങ്ങളും മോചിക്കുന്നവൻ. ആരാ യേശു ക്രിസ്തു? നിന്നെ വീണ്ടെടുക്കാൻ കഴിവുള്ളവൻ. ആരാ യേശു ക്രിസ്തു? സകലത്തെയും ചമച്ചവൻ. ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പൊ യേശു ക്രിസ്തു ആരാണെന്ന് അറിയുന്നതാ ഏറ്റവും വലിയ വെളിപ്പാട്. ഞാൻ ഇങ്ങനെ പൊതുവിൽ കർക്കശമായിട്ടൊക്കെ പറയുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടക്കേടാ. എനിക്കും അറിയാം, ഇത് പറയരുതെന്നോർത്തായി വരുന്ന അങ്ങ് പറഞ്ഞു പോവുക. കഴിഞ്ഞ അന്ന് ഷിബു പറഞ്ഞു, അയ്യോ ഇങ്ങനൊന്നും പറയരുതെന്ന്. അവൻ ഫോൺ ചെയ്ത് ചൂടം കണ്ടു വന്നിരിപ്പുണ്ട്. ആരാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് കുറ്റം പറയുമെന്ന്. കുറ്റമല്ല, ഇത് ചെയ്താൽ പിന്നെ അങ്ങനെ പറയാതിരിക്കുന്നത്. അത് കുറ്റമല്ല. ഇവിടുത്തെ കുവൈറ്റിലുള്ള പാസ്റ്റർമാർക്ക് മിണ്ടാനൊക്കത്തില്ല. കാരണം പൊരിപ്പിച്ചു കളയും. വിസ എടുത്ത സഹോദരൻ കാണും, അല്ലെ അതിന് പൈസ കൊടുത്തവർ കാണും. പിന്നെ അവരെ സുഖിപ്പിച്ചൊക്കെ ഇങ്ങനെ 2-3 കൊല്ലം പൊത്തി നിൽക്കുക. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇത് കുറ്റമായിട്ട് പറയുന്നതല്ല, നന്നാകാൻ വേണ്ടിയായി പറയുന്നത്. എങ്ങനെയും ഒരു ജീവിതമല്ല ക്രിസ്തു ജീവിതം. അതിൻ്റെ വ്യവസ്ഥയോടെ ജീവിച്ച് അങ്ങ് ചെല്ലണം. അതെ. അപ്പൊ ശ്രദ്ധിക്കുക, യെശയ്യാ പ്രവാചകന്റെ പ്രത്യേകത, യേശു ക്രിസ്തുവിനെ പറ്റി ഇതുപോലെ ദർശിച്ച ഒരു പ്രവാചകൻ വേറെ ഇല്ല. തന്നെയല്ല, ക്രിസ്തുവിന്റെ മഹിമകളെ പറ്റിയും കർത്താവിന്റെ വിശേഷതകളെ പറ്റി 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം കൂടെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാ. 9:6. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, കർത്താവിന്റെ മഹത്വം. അങ്ങനെ യേശു ക്രിസ്തുവിനെ പറ്റി ഇങ്ങനെ ജനനം മുതൽ, അല്ലെ ജനിക്കുന്നതിന് മുമ്പ് മുതലുള്ള വിഷയം ഇങ്ങനെ അടുക്കടുക്കായി പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ രീതികൾ, കർത്താവിന് മുന്നോടിയായിട്ട് വരുന്ന വിഷയങ്ങൾ, യോഹന്നാൻ വരുന്നത്, യേശു ക്രിസ്തുവിൻ്റെ വരവ്, യേശു ക്രിസ്തുവിൻ്റെ കന്നിപ്രസംഗം. ആദ്യത്തെ പ്രസംഗം ഇന്നടത്താന്ന് വരെ പ്രവചിച്ചത് യെശയ്യാവാണ്. തന്നെയല്ല, യെശയ്യാ പ്രവചനം 53-ാം അധ്യായം നമുക്ക് മനപാഠമാണ്. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ദർശിക്കുന്ന ഒരധ്യായമാണ്. പ്രവചനക്കുന്ന് കയറി മഹത്വവാനായ ക്രിസ്തു, തേജസ്സുള്ള ക്രിസ്തു, മഹിമയുള്ള ക്രിസ്തു, അത്ഭുതങ്ങളുടെ ദൈവമായ ക്രിസ്തു, ജീവനുള്ള ദൈവമായ ക്രിസ്തു, മാനവജാതിക്ക് വേണ്ടി വഹിക്കാൻ പോകുന്ന സകല പങ്കപ്പാടുകളും അത് അടുക്കടുക്കായിട്ട് ആത്മാവിൽ ദർശിച്ച് പ്രവചിച്ച പ്രവാചകനായ യെശയ്യാവ്. ആ പീഡാനുഭവങ്ങൾ 53-ാം അധ്യായം മുഴുവൻ കിടക്കുന്നത്. പിന്നെ യേശു ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, 1000 ആണ്ട് വാഴ്ച, ഇതെല്ലാം അടുക്കിടക്കായി പ്രവചിച്ച ഒരു പ്രവാചകൻ യെശയ്യാ പ്രവാചകൻ. അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തെ സുവിശേഷ പ്രവാചകൻ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. ആട്ടെ, അങ്ങനെ ഞാൻ പോയാൽ ആ വിധത്തിൽ പോകും. ഇന്ന് രാത്രി എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി 1-2 കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് നിർത്താം. 59-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യമാണല്ലോ നാം വായിച്ചത്. ഒന്നുകൂടെ വായിച്ച ആദ്യത്തെ പറഞ്ഞ യുദാസി, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കണ്ടോ? മതി. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വേറെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം, യെശയ്യാ പ്രവചനം 58-ാം അധ്യായം പഠിക്കുമ്പോൾ ഉപവാസവും അതിൻ്റെ പ്രമാണവും, അതാണ് 58-ാം അധ്യായത്തിലെ ഒരു സബ്ജക്റ്റ്. എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ ഉപവസിക്കരുത്.
ഉപവസിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കരുത്, ഉപവസിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്. ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഉപവാസം. ഇപ്പോൾ എവിടെ ചെന്നാലും ഉപവാസമാണ്. ഈ മരുന്ന് കഴിക്കുന്ന പോലെ ഒരു നേരം ചില പറയുന്നത് ഉച്ചയ്ക്ക് കഴിക്കും, ചില പറയുന്നത് 5 മണിയാകുമ്പം ഭക്ഷണം കഴിക്കും, 5 വരെ ഉപവാസം. ചില പറയുന്നത് 1 ഡേ രാത്രിയിലെ ഭക്ഷണം കഴിക്കും. ചില പറയുന്നത് 3 ദിവസം, ചിലർ 7, ചിലർ പിന്നെ 10 ഇരിക്കുന്നവരുണ്ട്, 21, പിന്നെ 40 എങ്ങാണ്ട്. ആരാണ്ട് 41 പേര് നന്നാ കേൾക്കുന്നത്. അത് വേറൊരു പോരാട്ടമാണ്. 41. അപ്പം ഏതായാലും ഒരു കാര്യം പറയാം, 7, 3, 5, 10, 21, 40 ഒക്കെ ഇരിക്കുന്നവരാ. ഞാൻ ഉപവാസത്തിൻ്റെ എതിരല്ല. ഉപവസിക്കാവുന്നിടത്തോളം ഉപവസിച്ചോണം, ദൈവത്തോട് ചേർന്നിരുന്നോണം. പക്ഷെ ഉപവസിക്കുമ്പോൾ അതിന് വ്യവസ്ഥയുണ്ട്. ആ 58-ാം അധ്യായത്തിൽ അതിൻ്റെ വ്യവസ്ഥകൾ കർക്കശമായി പ്രവാചകനെ കൂടി ദൈവം പറഞ്ഞു. എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ ഉപവസിക്കരുത്. നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കണം, വിശപ്പുള്ളവനപ്പം നുറുക്കി കൊടുക്കണം, അഗതികളെയും സാധുക്കളെയും പീഡിപ്പിക്കരുത്, പീഡനത്താലുള്ള സമ്പാദ്യമൊക്കെ മാറ്റണമെന്നാണ് തിരുവചനത്തിൽ എഴുതിയേക്കുന്നത്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ. അതെല്ലാം ഞാനിപ്പം ആ ഭാഗം പറഞ്ഞാൽ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ആ ഭാഗത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ പ്രവർത്തിക്കുന്നവർ ചിലപ്പം കണ്ടെങ്കിൽ അവർ ഒന്നേ ഇറങ്ങിപ്പോകും, ഇല്ലെങ്കിൽ പോകുന്ന വഴി 2-3 പേരെയും കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അതിന് ഞാൻ തുനിയുന്നില്ല. നിങ്ങൾ ആ ഭാഗം അറിയാമല്ലോ, 58. അപ്പോൾ 58-ാം അധ്യായത്തിൽ 6 മുതൽ താഴോട്ടുള്ള വേദഭാഗം വായിക്കുമ്പോൾ വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസത്തെ പറ്റി അവിടെ ചില സൂചനകളുണ്ട്. എല്ലാ വാക്യവും എടുപ്പിക്കുന്നില്ല. 6 മുതൽ താഴോട്ടൊന്ന് വായിച്ചേ. എല്ലാ നുകത്തെയും തകർക്കുക. അപ്പൊ ഇങ്ങനെ വ്യവസ്ഥ പ്രകാരം ഉപവസിക്കുന്ന വിഷയങ്ങൾ. അടുത്ത വാക്യം, വിശപ്പുള്ളവന് അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് വേണ്ടി മറക്കാതിരിക്കുന്നതും. അപ്പൊ താഴോട്ട് അനുഗ്രഹത്തിന്റെ വചസ്സുകൾ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥിച്ചാൽ, ഉപവസിച്ചാൽ, ദൈവത്തോട് ചേർന്നിരുന്നാൽ താഴെ പറയുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ലഭിക്കും. അതെല്ലാം പറഞ്ഞേച്ചേ ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് ഞാൻ എടുക്കുന്നില്ല. എന്നിട്ട് 59-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ പ്രവാചകൻ പറയാ, രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. എൻ്റെ ഒരാശയം ആ വാക്യമെല്ലാം കൂടെ ചേർത്ത് ഞാൻ അങ്ങ് പറയുക. 58-ാം അധ്യായത്തിലെ വ്യവസ്ഥ പ്രകാരം, വ്യവസ്ഥ തെറ്റിയല്ല, വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളിൽ, ഉപവസിക്കുന്ന ദിനങ്ങളിൽ ഒരു വിടുതൽ കണ്ടില്ലല്ലോ എന്നോർത്ത് പതറരുത്. ദൈവത്തിൻ്റെ കൈ കുറുകിയിട്ടില്ല. ദീർഘനാളുകളായി പലവിധ വിഷയങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന ദൈവകുഞ്ഞുങ്ങളോട് ഇന്ന് രാത്രി വചനത്തിൽ കൂടെ ഒരു ആലോചന പറയുക. വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളിൽ, നാളുകളിൽ ഒരു വിടുതൽ നടന്നില്ലല്ലോ എന്നോർത്ത് പതറരുത്. ദൈവത്തിൻ്റെ കൈ കുറുകിപ്പോയില്ല. വളരെ തർക്കമറ്റ സംഗതിയാൽ പറയുക, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയില്ല. ഇന്ന് രാത്രി ഒരല്പസമയത്തെ പ്രസംഗ വിഷയം, നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം, യഹോവയുടെ കരം വന്നാൽ എന്തൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ സ്പർശനമേറ്റാൽ എന്തൊക്കെ സംഭവിക്കും. അതാ ഇന്നത്തെ ഒരു ചെറിയ വിഷയം. ഇന്ന് രാത്രി അദൃശ്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അത് ആത്മാവിൽ ദർശിക്കുന്ന, അനുഭവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം. സർവശക്തനായ ദൈവത്തിൻ്റെ മഹിമയുള്ള, മഹത്വമുള്ള, വല്ലഭത്വമുള്ള ഭുജം ഇന്ന് രാത്രി നമ്മുടെ നടുവിനുണ്ട്. ഈ രാത്രി ദൈവം ചിലരെ സ്പർശിക്കുന്ന രാത്രിയാണ്, ദൈവം ചിലരെ തൊടുന്ന രാത്രിയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇങ്ങനെ അല്പസമയത്തെ പ്രസംഗ വിഷയം, ദൈവത്തിൻ്റെ കരസ്പർശനമേറ്റാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന്.
കർത്താവിൻ്റെ കരത്തിൻ്റെ ഒരു പ്രത്യേകത, ധാരാളം പ്രത്യേകതയുണ്ട്. അതിലൊരു ഭാഗം പറയാം. ഒരു പ്രത്യേകത, ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിച്ച് അലങ്കാര ഭാഷയിലാണ് കൊടുത്തിരിക്കുന്നത്. ഉപമിച്ചിരിക്കുക 5:14. അവന്റെ കൈകൾ ഗോമേദകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. മതി എല്ലാം വായിക്കണ്ട. അവന്റെ കൈകൾ ഗോമേദകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളം. ഇത് ഉപമകളായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 4-ാം അധ്യായം കാന്തയുടെ വർണ്ണനയും ഉത്തമഗീതം 5-ാം അധ്യായം കാന്തൻ്റെ വർണ്ണനയാണ്. അത് രണ്ടും ആഴമായി പഠിക്കുന്നവർക്ക് മനസ്സിലാകും. എൻ്റെ സബ്ജക്റ്റ് അതല്ലല്ലോ. അപ്പം 5-ാം അധ്യായത്തിൽ മണവാളനാകുന്ന, ഇടയച്ചിറക്കനാകുന്ന, പ്രേമകാന്തനാകുന്ന, സൽസ്വരൂപനാകുന്ന ഇടയച്ചിറക്കൻ്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ്. സ്തോത്രം. അംഗപ്രത്യംഗ വർണ്ണനയിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പ്രിയനോ വെണ്മയും ചൂപ്പുള്ളവൻ 10,000-ങ്ങളിൽ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ കാണാൻ കൊള്ളാവുന്നവനായ യേശു, അല്ലാതെ പേടിപ്പിക്കുന്ന ആളല്ല യേശു. യേശുവിനെ കണ്ടാൽ ഇതുവരെ പേടിച്ചിട്ടില്ല. സ്തോത്രം. പേടിപ്പിക്കുന്ന ആളല്ല യേശു, ആമേൻ. ജീവിപ്പിക്കുന്ന ആൾ. പേടിയാകുന്നു, അങ്ങനല്ല. ദൈവ സ്നേഹമാകുന്ന, സ്നേഹിക്കുന്ന യേശു, നിന്നെ രക്ഷിക്കുന്ന യേശു, അല്ലാതെ അർദ്ധരാത്രി വന്ന് പല്ലുവൊക്കെ കാണിച്ച് നിന്നെ പേടിപ്പിക്കുന്ന യേശുവല്ല. ആമേൻ. നിന്നെ ചേർത്ത് മാർവോട് അണയ്ക്കുന്ന യേശുവ. അതാ യേശു ക്രിസ്തുവിൻ്റെ വിശേഷത. അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള ക്രിസ്തു 10,000-ങ്ങളിൽ ശ്രേഷ്ഠനാണ്. അന്മതിനധികാലമായി കൺകൊതിച്ചൊരു നാഥനെ, അന്മതിനധികാലമായി കൺകൊതിച്ചൊരു നാഥനെ, അതിശയവിധമഗതിയെ ഭൂവിൽ വീണ്ടെടുത്തൊരു ദേവനെ, അതിശയവിധമഗതിയെ ഭൂവിൽ നാഥനെ. ആയിരം 10,000-ങ്ങളിൽ അഴക് തിങ്ങുമൻ പ്രിയനെ, 10,000-10,000-ങ്ങളിൽ അഴക് തിങ്ങുമൻ പ്രിയനെ, കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേംപുരേ. അവൻ കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ പൂരേ. ഇവയിൽ മാത്രം ധ്യാനമേ കരളിനരുളുന്ന ആനന്ദം, ഇവയിൽ മാത്രം ധ്യാനമേ കരളിനരുളുന്ന ആനന്ദം. ഇരവും പകലും ഇവയെ പറ്റി ഞാൻ പാടും ഗീതം സാനന്ദം, ഇരവും പകലും പാടും ഗീതം സാനന്ദം. ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് തന്നെ എനിക്കാലംബം, ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് തന്നെ എനിക്കാലംബം. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേംപുരേ താതൻ ചാരേ ശാലേംപുരേ. ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേംപുരേ. 10,000-ങ്ങളിൽ 10,000-ങ്ങളിൽ ശ്രേഷ്ഠനായ സുന്ദര സ്വരൂപനാണ് കർത്താവാകുന്ന യേശുക്രിസ്തു. ആ ക്രിസ്തുവേശുവിൻ്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ് 5-ാം അധ്യായത്തിൽ ഉടനീളം പഠിക്കുന്നത്. അങ്ങനെ പഠിച്ച് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഉപമകളായിട്ട് പറഞ്ഞൊരു ഭാഗമാണ് 5:14. ഒന്നുകൂടെ വായിര്. അവന്റെ കൈകൾ ഗോമേദകം പതിച്ചിരിക്കുന്ന. അപ്പോൾ ഈ ഉപമയായിട്ട് പറയുക യേശുക്രിസ്തുവിൻ്റെ കൈ, ആ കയ്യിലോട്ട് നോക്കിയപ്പം അവിടെ പറയുക അവൻ്റെ കൈകൾ അങ്ങനല്ലേ അവൻ്റെ. ഒന്നുകൂടെ വായിച്ചേ. കൈകൾ. അപ്പം 2 കൈയാ. കൈയെന്നല്ലല്ലോ, കൈകൾ. യേശുക്രിസ്തുവിൻ്റെ വിശേഷത നല്ല വടിവത്ത രൂപമാണ്. 2 കൈയുള്ളതാ അതിൻ്റെ യോഗ്യതയും അന്തസ്സുമൊക്കെ. ബാക്കി ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. 2 കൈയാ. ഒത്തിരി കൈ ഉണ്ടെങ്കിൽ ഷർട്ട് തയ്പ്പിച്ചാൽ എത്ര കൈ തയ്പ്പിക്കണം പറ? ഇതിലേക്കൂടെ ഒക്കെ കയറ്റണം. അപ്പം കൃത്യത്തിനുള്ളത് 2 കൈ, അതാണ് നല്ലത്. അപ്പം യേശുക്രിസ്തുവിന് 2 കൈ, അതാണ് അവൻ്റെ കൈകൾ.
ഗോമേതകം പതിച്ചിരിക്കുന്ന അപ്പൊ രണ്ട് കൈ, ഈ രണ്ട് കൈ രണ്ട് ലോഹം കാണുക. ഒന്ന് ഗോമേതകം, രണ്ട് സ്വർണം. രണ്ട് ലോഹങ്ങളാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ പലവിധ ലോഹങ്ങളെ പറ്റി പുസ്തകത്തിലുണ്ട്. സ്വർണം, പിന്നെ വെള്ളി ആദ്യം പറ, അതല്ലയോ വീണ്ടെടുപ്പിനെ കാണിക്കുന്നത്. അരെ ചക്കയിൽ, പിന്നെ വെള്ളി, പിന്നെ സ്വർണം, വെള്ളി, പിന്നെ താമ്രം, പിന്നെ ഇരുമ്പ്, പിന്നെ പിന്നെ അടിരാത്രി ഇത്രയും ഒപ്പിച്ചല്ല വലിയ കാര്യം. എന്തെല്ലാം ലോഹങ്ങളാണ് കിടക്കുന്നത്. വെളിപ്പാട് പുസ്തകം മൊത്തം അങ്ങോട്ട് ചെയ്തെല്ലാം രത്നങ്ങളും ലോഹങ്ങളും ഒക്കെ ഇങ്ങനെ കിടക്കുകയല്ലയോ. ദാനിയേൽ പുസ്തകത്തിലെ ബിംബം ഉണ്ടായിരുന്നല്ലോ. തലതങ്കം കൊണ്ടും നെഞ്ചും കയ്യും വെള്ളി കൊണ്ടും വയറ് താമ്രം കൊണ്ട്, വയറ് വരെ താമ്രം കൊണ്ടും, തുട ഇരുമ്പ് കൊണ്ടും, കാലിൻ്റെ പാതി ഇരുമ്പും പാതി കളിമണ്ണും. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കൈ തൊടാതെ ഒരു കല്ലിഞ്ഞോട്ട് പറഞ്ഞു തന്നൊരു അടി, ഇതെല്ലാം കൂടെ പൊടിയായി. അപ്പം നിരവധി ലോഹങ്ങളെ പറ്റി പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ലോഹങ്ങളെ വ്യാഖ്യാനിക്കാറുണ്ട്. വെള്ളി വീണ്ടെടുപ്പിന് നിദാനമായിട്ടാണ് സാധാരണ പഠിപ്പിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും. വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നതാണ്. അപ്പം അങ്ങനെ പഠിച്ചു വരുമ്പോൾ രണ്ട് ലോകം ഇവിടെ, ഒന്ന് ഗോമേതകം, രണ്ട് സ്വർണം. രണ്ട് ലോഹങ്ങൾ അവിടെ പറയുക, ഗോമേതകവും സ്വർണവും. ഇത് സാധാരണ വ്യാഖ്യാനിക്കുമ്പോൾ ഈ രണ്ട് ലോകം രണ്ട് വിഷയത്തെ കാണിക്കുന്നു. ഒന്ന്, സ്വർണം ദൈവത്തിൻ്റെ രാജത്വത്തെ അല്ലെങ്കിൽ അനുഗ്രഹത്തെ കാണിക്കുന്നു. രാജ്യത്തെ കാണിക്കുന്നു അല്ലെങ്കിൽ അനുഗ്രഹത്തെ കാണിക്കുന്നു. വേറൊരു ഭാഗത്ത് ഇത് വിലയേറിയ വിശ്വാസത്തിനുമൊക്കെ നിഴലായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഇത് അനുഗ്രഹത്തെ കാണിക്കുന്നതാണ്, രാജ്യത്വത്തെയും അനുഗ്രഹത്തെയും. അതാണ് സ്വർണം. ഗോമേതകം ദൈവത്തിൻ്റെ ന്യായവിധിയെ കാണിക്കുന്നതാണ്. കാരണം അഹരോന്റെ മാർപ്പതക്കത്തിൽ ഗോമേതകത്തിൻ്റെ കല്ല് വെച്ചിട്ടുണ്ട്. ഗോമേതകം എന്ന കല്ല് ഗോത്രങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ദാൻ ഗോത്രത്തിന് നിഴല, അതിൻ്റെ അടയാളമാണ്. ദാൻ ഗോത്രത്തെ പറ്റി തിരുവചനം പഠിക്കുമ്പോൾ അത് ന്യായവിധിക്ക് നിദാനമാണ്. ദാൻ വഴിയിലൊരു പറ ദാൻ വഴിയിലൊരു ഉറക്കം പറ, പാമ്പാ, പാമ്പാ. ദാൻ വഴിയിലൊരു പാമ്പും പേതയിലൊരു സർപ്പവും. അവൻ കുതിരയുടെ കുതികാലിന് കഴിക്കും, പുറത്തിരിക്കുന്നവൻ. അങ്ങനല്ലയോ? ഒന്ന് വായിച്ച സഹോദരി. ഇഞ്ഞു വാ, ഇവിടെ ഫ്രണ്ട് വന്നിരിക്കും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നിട്ട് അവിടെ ഇരിക്കുന്നുള്ളോ? എന്നാ ഉറക്ക വായിര്. ദാൻ വഴിയിൽ ഒരു പാമ്പ. തപ്പുക, തപ്പുക, എവിടാന്ന് തപ്പുക. അവിടെ ഒന്നും അല്ല, പറയണ്ട, നമ്മൾ രണ്ടും അറിഞ്ഞാൽ മതി. വായിച്ചു, വായി. ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പം. അവൻ കുതിരയുടെ കുതികാലിന് കയറി കടിക്കും. ദാനേ, അവൻ കുതിരയുടെ കുതികാലിന് കയറി കടിക്കും പാമ്പ്. പുറത്തിരിക്കുന്നവൻ, കുതിരപ്പുറത്തിരിക്കുന്ന പുള്ളി മലന്ന് വീട് വന്നാ പറഞ്ഞ എൻ്റെ അർത്ഥം. അത് നിങ്ങളങ്ങ് മനസ്സിലാക്കിയാൽ മതി. കുതിരപ്പുറത്തിരിക്കുന്ന എല്ലാവരും മലന്ന് വീഴും. കുതിരപ്പുറത്ത് അത്രയൊക്കെ അറിഞ്ഞാൽ മതി. അപ്പൊ കുതിരപ്പുറത്തിരിക്കുന്ന പുള്ളി മലന്ന് വീടും. ദാൻ വഴിയിൽ പാമ്പും പാതയിൽ സർപ്പം. അപ്പം ദാൻ ഗോത്രത്തിന് അടയാളമായിട്ടാണ് ഗോമേതക കല്ല്. അത് അഹരോന്റെ മാർപ്പതക്കത്തിൽ വെച്ചിട്ടുണ്ട്. ഈ ഗോമേതകം ന്യായവിധിക്ക് നിദാനമായി നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ കയ്യെ വർണ്ണിക്കുന്ന രണ്ട് പദമാണ്, രണ്ട് ലോകം. ഒന്ന് സ്വർണം, രണ്ട് ഗോമേതകം. ഈ രണ്ട് ലോകങ്ങൾ രണ്ട് വിഷയത്തെ കാണിക്കുന്നു. സ്വർണം രാജത്വത്തെ അല്ലെങ്കിൽ അനുഗ്രഹത്തെ കാണിക്കുന്നു. ഗോമേതകം അവൻ്റെ ന്യായവിധിയെ കാണിക്കുന്നു. ഒന്ന് മാകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നെ മൂരെ കുന്തിരിക്കാം കാഴ്ച വെച്ചു. വന്നു മകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നെ മൂരെ കുന്തിരിക്കാം കാഴ്ച വെച്ചു.
ഉന്നതാധികാരമുള്ള മന്നവൻ നീയെന്നോ ധന്യർ സന്നമിച്ചു ഘോഷിക്കും നീതാ നിശങ്കമായി സിയോൻ മണവാളനെ ശ്രീ നരപതിയേ സിയോൻ നാശപാത്രമായ ലോകം ആകെ ഉത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനെ ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. അപ്പൊ പൊന്ന് രാജത്വത്തെ കാണിക്കുക. അതുകൊണ്ട് ആ വിദ്വാൻമാര് കൊണ്ടുവന്ന പൊന്നും മൂരും കുന്തിരിക്കും അവൻ രാജാതി രാജാവ്. മൂര് അവന്റെ പ്രവചന ശുശ്രൂഷയ്ക്ക് നിദാനം, കുന്തിരിക്കം അവൻ പുരോഗതനാന്നുള്ളതിന് നടല. പണ്ട് ആരാണെന്നോട് ചോദിക്കരുത്, ഒരു പുള്ളി വ്യാഖ്യാനിച്ചവൻ പറഞ്ഞ് പൊന്നും മൂരും കുന്തിരിക്കവും കണ്ട കാഴ്ച വെച്ച്. അത് എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ പൊന്നു കൊണ്ട് കൊടുത്തത് ഔസേപ്പ് പിതാവ് ദാരിദ്ര്യ ദുഃഖത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഈ പ്രസവ സമയത്ത് കാശിന് ബുദ്ധിമുട്ട് വന്നതിന് ദൈവം കൊണ്ട് ഒപ്പിച്ച് കൊടുത്തതാണ്. എതിർക്കുന്നില്ല, ആണെങ്കിൽ അങ്ങനെ ആട്ടെ. പിന്നെ മൂര് എന്തിനാന്ന് ചോദിച്ചാൽ കൊച്ചമ്മയ്ക്ക്, താറാമ്മയ്ക്ക്, മറിയാമ്മയ്ക്ക് രക്ഷ ചെയ്യാൻ. നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ പ്രസവരക്ഷയ്ക്ക് ചില ലേഹ്യവും അരിഷ്ടമൊക്കെ കഴിക്കുക, അതിന് മൂര് കൊണ്ട് കൊടുത്തത്. കുന്തിരിക്കത്തിൻ്റെ വ്യാഖ്യാനം അല്പം കട്ടിയായത്. പുള്ളി പറഞ്ഞു കുന്തിരിക്ക എന്തിനാന്ന് ചോദിച്ചാൽ കന്നുകാലിക്കൂട്ടിലല്ലയോ കൊച്ചിനെ കിടത്തിയത്, കൊതുകിൻ്റെ ശല്യം കണ്ടമാനം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പം കണ്ണിക്കാനൊന്നും ഞാൻ തുനിയുന്നില്ല. അങ്ങനെ അന്നേ അങ്ങനെ ആട്ടെ, എങ്ങനെയും ആട്ടെ, ഏതായാലും എങ്ങനെയാണെങ്കിലും യേശുവിനെ പറയട്ടെ. പിന്നെ ഞാനും പറയാനുണ്ട്, നമ്മുടെ പോഷത്വം കൊണ്ടും ജനം അങ്ങ് രക്ഷിക്കപ്പെട്ടുള്ളൂ, നമുക്കെല്ലാം അറിയത്തില്ലല്ലോ. അപ്പം എന്തായാലും ഇവിടെ പൊന്നെന്നുള്ളത് രാജത്വത്തെ, അനുഗ്രഹത്തെ കാണിക്കുക. അപ്പം ഈ പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ച വെച്ചത് പൊന്ന് രാജത്വം. അപ്പം കർത്താവിൻ്റെ കൈയുടെ പ്രത്യേകത ഈ സ്വർണം അവൻ്റെ രാജത്വത്തെ അല്ലെങ്കിൽ അനുഗ്രഹത്തെ കാണിക്കുന്നെന്ന്. ഗോമേതകം ന്യായവതിയെ കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ കരത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെ ചിന്തിക്കാം. അനുസരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് ഈ കൈ അനുഗ്രഹത്തിൻ്റെ കരമാണ്. എന്നാൽ ദൈവത്തോടും ദൈവത്തിൻ്റെ വചനത്തോടും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരോടും ദൈവിക ശുശ്രൂഷയോട് മറത്ത് മത്സരിക്കുന്നവർക്ക് ഈ കര ന്യായവതിയുടെ കരമാണ്. അത് എസ്രാ ഒരു സൂചന തന്നിട്ടുണ്ടല്ലോ, അത് അങ്ങനെ തന്നെയാണ്. ആ എസ്രായുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 23 മുതലൊന്ന് വായിച്ചേ. എല്ലാവരും അതും ഇതൊക്കെ അന്നല്ലേ വായിക്കുന്നേരം. 8:23 എനിക്ക് അതേതാ? അപ്പം മുമ്പേ വായിച്ചൊക്കെ ഏതാ? അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചെന്നാ. ഇനി 23 വായിച്ചേ മാമേ. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് അടുത്തത് 22 മുതലൊന്ന് വായിച്ചേ. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്നവർക്ക് ഇത് പ്രതികൂലമായിട്ടും ഇരിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരത്തിന്റെ ഒരു വിശേഷതയെ പറ്റി എസ്രാ പറയുക, അന്വേഷിക്കുന്ന ഏവർക്കും ഈ കൈ അനുകൂലമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവത്തെ അന്വേഷിച്ചാൽ, ദൈവത്തെ വിളിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമാണ്. അപ്പോൾ അവിടെ വായിക്കുന്നത് തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും ഈ കൈ അനുകൂലവും അവനെ ഉപേക്ഷിക്കുന്നവർക്ക്, ത്യജിക്കുന്നവർക്ക്, തള്ളിക്കളയുന്നവർക്ക് ഈ കൈ എന്നാലും വായില്ലേ തന്നെ വായിച്ചു വെച്ചിരിക്കുകയാണ്, ഉറക്കെ വായിക്കുക. അപ്പൊ അന്വേഷിക്കുന്ന ഏവർക്കും ഈ കൈ അനുകൂലത്തിന്റെ കരവും ഉപേക്ഷിക്കുന്ന ത്യജിക്കുന്നവർക്ക് ഈ കൈ പ്രതികൂലത്തിന്റെ കൈയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർക്കും ഇവിടെ കൂട്ടപ്പെട്ടവർക്കും ഈ കൈ പ്രതികൂലമാകരുത്, ഈ കൈ അനുഗ്രഹമാകണം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകി പോയിട്ടില്ല. അപ്പൊ ഈ കരത്തിന്റെ പ്രത്യേകത അനുസരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ കരമാണ്.
മറത്ത് മത്സരിക്കുന്നവർക്ക് ഈ കൈ ന്യായവതിയുടെ കരമാണ്. നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ കരത്തിൻ്റെ ന്യായവതി വെളിപ്പെട്ട ചില ഇടങ്ങളുണ്ട്. ഈ മിസ്രയീം ദേശത്ത് മുഴുവൻ ബാധ അങ്ങോട്ട് വന്നു. ബാധ ആദ്യത്തെ ബാധ ഏതാ? ഹൈസ്കൂളിലെ ആൾക്കാരോട് ആദ്യം ചോദിക്കട്ടെ. ഒന്നും തുറക്കരുത്, ഇങ്ങോട്ട് നോക്ക്. ഇവരെല്ലാം ഇനിയും വീണ്ടും പഠിപ്പിക്കേണ്ടതായിട്ട് വന്നിരിക്കുക. സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചിരിക്കുക. രക്തം, ജയം. ആദ്യത്തെ ബാധ പറഞ്ഞോ, ശരിയാ, വെള്ളം രക്തമായി. രണ്ടാമത്തെ ബാധയോ? തവള. മൂന്നോ? നാലോ? നായിച്ച. ഇത്ര ലോപ്പിച്ചല്ല, വലിയ കാര്യം. അപ്പൊ ഈ മിസ്രയീം ദേശം മുഴുവൻ ഞാനിങ്ങനെ ചോദ്യമൊക്കെ ചോദിച്ച് പ്രസംഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലയോ, എബനേസർ. അപ്പം അങ്ങനെയുള്ള ആയതുകൊണ്ടാണ് ബൈബിൾ പരമായിട്ട്. ഷിബുനാടാന്നേ ആരാണ്ട് പറഞ്ഞ് ഞാൻ വചനമൊന്നും പറയുന്നില്ലെന്ന്. ആരാടാ അതിനോട് പറഞ്ഞേ? അവനെ എന്നോടൊന്ന് പറഞ്ഞേക്കണം, പറഞ്ഞാൽ വചനമാണോ ഇല്ലയോ എന്ന്. ഓരോ വിടലുകളുണ്ട് പല സ്ഥലത്തും. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ഈ വചനമല്ലേ ഇപ്പൊ പറഞ്ഞല്ല, അല്ലേ? അല്ലേ? ഇനി എങ്ങനെയാ ഞാൻ പറയുന്നത്? അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകത അനുസരിക്കുന്നവർക്ക് അനുഗ്രഹവും മറത്ത് മത്സരിക്കുന്നവർക്ക് ന്യായവതിയുടെ കരം. അപ്പൊ ഈ ന്യായവതിയുടെ കരം വെളിപ്പെട്ടത് മിസ്രയീം ദേശത്ത് മൂന്നാമത്തെ ബാധ പേൻ അണ്ടവാനം ചൊറിയുമ്പോൾ ഓർത്തോണം. എന്നിട്ട് പാട്ട് പാടാം. ബാധ നിന്റെ കൂടാരത്തിൽ ന്യൂപ്പാട് വന്നായി പാടുന്നു. ബാധ നിൻ. അപ്പം മിസ്രയീം ദേശം മുഴുവൻ ബാധ. ആ ബാധ പേൻ നിലത്തെ പൊടിക്കിട്ടടിച്ചപ്പോൾ പൊടിയെല്ലാം കൂടെ പേനായി. അപ്പോൾ പേൻ വർദ്ധിച്ചു. പേനങ്ങ് വർദ്ധിച്ച് മിസ്രയീം ദേശത്ത് മുഴുവൻ പേനെ കൊണ്ടങ്ങ് പൊറുതിമുട്ടിയപ്പം പറവൻ പറഞ്ഞിട്ട് ഇതിപ്പോൾ പരിവക്കേടാന്നല്ലോ, ന്യൂപ്പാട് വരികയാണല്ലോ. അപ്പോൾ പറവൻ ചൊറിയുന്നു, ഭാര്യ ചൊറിയുന്നു, കൊച്ചിനെ. അപ്പം അതിനിടയ്ക്ക് പുള്ളി കൊച്ചിന് ചൊറിഞ്ഞു കൊടുക്കുന്നു. അങ്ങ് മുഴുവൻ ചൊറിച്ചില്ല. ഇപ്പം ഈ സഭയ്ക്കകത്തെല്ലാം ചൊറിച്ചില്ലാന്നല്ലോ, ബാധയാന്ന്. ആരാധനയ്ക്ക് വരുന്ന എല്ലാം അങ്ങ് ചൊറിച്ചില്ല. സാക്ഷി പറഞ്ഞാലും ഒരു ചൊറിച്ചിലുണ്ടാകും, എന്ത് പറഞ്ഞാലും ഒരു ചെറിയ ചൊറിച്ചില്ല. അപ്പോൾ ഈ ബാധ കൊണ്ട് കണ്ടവാനും പൊറുതിമുട്ടി. ഉടനെ ഈ ബാധ മാറാനല്ല പ്രാർത്ഥിക്കുന്നത്, ഉടനെ പറവൻ മന്ത്രവാദികളെ ഇറക്കി വെച്ച് അവരും അതുപോലെ ചെയ്യാൻ നോക്കുക. അവിടെ വായിക്കുന്നത്, മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കാൻ നോക്കി കഴിഞ്ഞില്ല. അവിടെ ഒരു പദമുണ്ട്, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ബാധിച്ചത് കൊണ്ട് മന്ത്രവാദികൾ പറയുന്നു. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയിരിക്കും, കുനിഞ്ഞു കടന്നാൽ ഞാൻ ആരോട് പറയാനാ? ഞാൻ വാക്യം പറയാം, അന്നേരം വായിച്ചാൽ മതി. മനുഷ്യരുടെയും മൃഗങ്ങളുടെ മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ പറയുന്നൊരു പദമുണ്ട്. പറവോ രാജാവേ, അവിടെ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ എൻ്റെ ഭാഷയിൽ അങ്ങ് പറയുക, ഇത് എണ്ണക്കേടോ, എണ്ണമാരം തേച്ചതോ, ക്ലൈമറ്റ് ചേഞ്ച് ആയതോ, കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് ഒന്നും വന്നതല്ല, ഇത് ദൈവത്തിൻ്റെ കയ്യാ. വായിച്ചേ, 8-ാം അധ്യായത്തിൻ്റെ 18 മുതൽ താഴോട്ടൊന്ന് വായിച്ചേ. മന്ത്രവാദികളും തങ്ങളുടെ മോളെ ഇച്ചിരി ഉറക്കെ വായിക്കാമെങ്കിൽ കുറച്ചുകൂടെ. മന്ത്രവാദികളും ആരാ? പരുത്തമ്പാറയാന്നോ? ഉറക്കെ വായിര്. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കാൻ അതുപോലെ ചെയ്തു കഴിഞ്ഞില്ലവാനും കഴിയത്തില്ലല്ലോ. അടുത്തത്, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേനുളവായത് കൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട് ഇത് ദൈവത്തിന്റെ കൈ അല്ലെങ്കിൽ ദൈവത്തിന്റെ വിരല. ഇത് എണ്ണ മാറി തേച്ചതൊന്നുമല്ല. നമ്മൾ പറയുന്നത് നേരത്തെ ബലാ കുളിച്ചാതിയ, ഇപ്പം അസനമനിഷ്ടാതി തേക്കുന്നതുകൊണ്ടാണ് ഇത് കണ്ടമാന. എണ്ണ മാറിയതിൻ്റെ അല്ല. ചില പറയും ക്ലൈമറ്റ് മാറിയൊന്നുമല്ല. സ്തോത്രം. ചില പറയാൻ ന്യൂനമർദ്ദം അടിച്ചതാണ് പേൻ. ഇത് കത്രീനയും റീത്തയും ഒക്കെ നമ്മളിട്ട പേരാ. റീത്ത, കത്രീന, പിന്നെ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ. പെണ്ണുങ്ങളുടെ പേരാ കൂടുതൽ വിടുന്നത്. അതാണല്ലോ കൊടുങ്കാറ്റായിട്ട് വരുന്നത്. ബുദ്ധിയോടാ ചെയ്യുന്നത്. ഉണ്ടോ? ഉടനെ മുഖം അങ്ങ് വല്ലാതായി. ഞാനിട്ട പേരാണോ കത്രീന, റീത്ത? ഇല്ല, പെണ്ണുങ്ങളുടെ പേരില്ലയോ? അപ്പൊ ശ്രദ്ധിച്ചേ,
ഇത് എണ്ണക്കേടും ക്ലൈമറ്റ് മാറിയതല്ല, ഇത് ദൈവത്തിൻ്റെ കരത്തിൻ്റെ ന്യായവിധിക. സത്യദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ ഭജിപ്പാൻ നീ ജനത്തെ തടഞ്ഞു വെച്ച് വിടാതെ വണ്ണം ഇരുത്തിയത് കൊണ്ട് ഇത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കയ്യാ. സ്തോത്രം. അപ്പം ന്യായവതിയുടെ കരം മിസ്രയീമിൽ വെളിപ്പെട്ടു. അനുസരിക്കുന്നവർക്ക് ഇത് അനുഗ്രഹമാണ്, എതിർക്കുന്നവർക്ക് ഇത് ന്യായവതിയുടെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തെ സേവിക്കാതെ പോയാൽ ഈ കരം നിനക്ക് ന്യായവതിയായി തീരും. തന്നല്ല വേറൊരു തെളിവൂടെ, ഈ ഏലിയുടെ കാലത്ത് പെട്ടകം പെലിസ്തര് കൊണ്ടുപോയി ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചു. അവൻ താഴെ പോയി. പിറ്റേന്ന് ദാഗോനെ പിടിച്ച് ഒന്നുകൂടി ഇരുത്തിയച്ചവർ നോക്കിയപ്പോൾ അവിടെ കൈ ഓടലും എല്ലാം ഇല്ല. അതിന് ഉമ്മരപ്പടിയുടെ അവിടെ അമ്മ ദാഗോന്തേ കിടക്കുന്നു. ഉടനെ അവർ പറഞ്ഞ് ഇത് ഗത്തി കൊണ്ടുപോയി, എക്രോനി കൊണ്ടുചെന്നിടത്തെല്ലാം മൂലരോഗം കൊണ്ട് പരിവക്കേടായി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യേ, ഇത് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കയ്യാ. എല്ലാവർക്കും മൂലരോഗം. അപ്പം മൂലരോഗം അങ്ങോട്ട് മുടുത്തപ്പോൾ അവർ പറഞ്ഞൊരു പദമുണ്ട്, ഇത് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കയ്യാ. അണ്ട 5-ാം അധ്യായത്തിൻ്റെ 6 മുതലാന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചേ, 5-ന്റെ 6 മുതൽ ഇല്ലയോ? ഏതഞ്ചാന്നാ തപ്പുന്നത്? ശൗമേലിൻ്റെ 1-ാം പുസ്തകം എത്രാം വാക്യാ? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞേ, അത് തന്നെ വായിച്ചു. എന്നാൽ യഹോവയുടെ കൈ അസ്തോദ്യരുടെ മേൽ ഭാരമായിരുന്നു. മൂലരോഗത്താൽ ബാധിച്ചു. അടുത്തത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുക്കൽ ഇരിക്കരുത്. അവന്റെ കൈ നമ്മുടെ മേലും നമ്മുടെ ദേവനായ അടുത്തത് അപ്പോൾ ഈ ഭാഗമെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ ഫെലിസ്ത്യര് മൂപ്പന്മാര് ചേർന്നിട്ട് പറയുകയാ, നമുക്ക് ഈ മൂലരോഗം വരാൻ കാര്യം ഇത് വ്യവസ്ഥപ്രകാരം വെക്കേണ്ടിടത്തല്ല വെച്ചേക്കുന്നത്. ഈ പെട്ടകം ഇരിക്കേണ്ട സ്ഥലമുണ്ട്, അവിടെ വെക്കാതെ നമ്മളിത് പിടിവാശിയോടെ പിടിച്ച് ഇവിടെ കൊണ്ട് വെച്ചത് കൊണ്ടാണ് നമുക്ക് ഈ മൂലരോഗം വന്നിരിക്കുന്നത്. ഇത് ഇസ്രായേലിന് ദൈവത്തിൻ്റെ കയ്യാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആ ഭാഗം അങ്ങ് വിടാം. ആമേൻ. എതിർക്കുന്നവർക്കും മറുതലിക്കുന്നവർക്കും മത്സരിക്കുന്നവർക്കും ദൈവത്തെ ആരാധിക്കാത്തവർക്കും ദൈവത്തെ ഭജിക്കാത്തവർക്കും ദൈവത്തെ അന്വേഷിക്കാത്തവർക്കും ദൈവത്തെ സേവിക്കാത്തവർക്കെല്ലാം ഇക്കര ന്യായവതിയുടെ കരമാണ്. എന്നാൽ മറുവശം പറഞ്ഞ് അവസാനിപ്പിക്കാം, അനുസരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് ഇക്കരം അനുഗ്രഹത്തിൻ്റെ കരമാണ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ഇന്ന് രാത്രി ഇത് വിടുതലിൻ്റെ കരമാണ്. ഇനി കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ പറഞ്ഞങ്ങ് നിർത്തും. ഇനിയും വിസ്തരിച്ച് പറയുവാൻ സമയമില്ല. പോയിൻ്റായിട്ട് ഒന്ന് പറഞ്ഞേച്ചങ്ങ് പെട്ടെന്ന് നിർത്താം. ദൈവത്തിൻ്റെ കരത്തിൻ്റെ സ്പർശനമേറ്റാൽ എന്തൊക്കെ സംഭവിക്കും? കാരണം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറിപ്പോയില്ല. ഇന്ന് രാത്രി അദൃശ്യനാകുന്ന ദൈവത്തിൻ്റെ ശക്തിയുള്ള ഭുജം നമ്മെ തൊടാൻ, ദൈവത്തിൻ്റെ കരത്തിൻ്റെ സ്പർശനമേൽക്കുവാൻ വന്നതുപോലെ നീ പോകരുത്. അവൻ്റെ ഭുജത്തിൻ്റെ സ്പർശനമേറ്റ ഇന്ന് രാത്രി മടങ്ങിപ്പോകാവും. എന്താ യഹോവയുടെ കരം വന്നാൽ? ദൈവം നിന്നെ തൊട്ടാൽ. വായിക്കാം, ഉൽപ്പത്തി പുസ്തകം 32-ന്റെ 22 മുതൽ താഴോട്ടുള്ള വേദഭാഗം ഓടിച്ചൊന്ന് വായിച്ചേ ഉറക്കെ. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്നെ 2 ഭാര്യമാരെയും ലേയായി റാഹേലും പിന്നെ 2 ദാസി ബിൽഗ ശില്പ പിന്നെ എത്രയാ 11 പുത്രന്മാർ. അതായത് രൂപൻ മുതൽ യോസേപ്പ് വരെ. ബെന്യാമീൻ ഒന്നും ഉണ്ടായിട്ടില്ല. അതാ 11 പിള്ളേര്. പിന്നെ അങ്ങനെ മുമ്പേ അവരെന്നാ വായിച്ചെന്ന് തോന്നുന്നു. എന്നാലും വായിച്ചു തരുന്നുണ്ടല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അവരെ കൂട്ടി ആറ്റിനക്കരെ കടന്നു. പിന്നെ തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം
അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവന്റെ തുടയുടെ തടം തൊട്ടു. അടുത്തത്, ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. അടുത്തത്, എന്നെ വിടുക. അടുത്തത്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നിന്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്നവൻ ഉത്തരം പറഞ്ഞു. അടുത്തത്, നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഇനി 33:4 വാക്യം ഒന്ന് വായിച്ച. ഏശാവ് ഓടി വന്നവനെ എതിരേറ്റ് ആലിംഗനം ചെയ്ത് അവന്റെ കഴുത്തിൽ വീണു ചുംബിച്ചു. രണ്ടുപേരും കരഞ്ഞു. മതി. ദൈവത്തിന്റെ കൈ വന്നാൽ എന്തൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ യഹോവയുടെ ഭുജം നിന്നെ സ്പർശിച്ചാൽ എന്തൊക്കെ നടക്കുമെന്ന നമ്മുടെ കുറുവാക്യം മറക്കരുത്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ഇതിൻ്റെ പശ്ചാത്തല ഭാഗമൊക്കെ നന്നായിട്ട് വിസ്തരിച്ച് വിശദീകരിച്ച് പ്രസംഗിക്കേണ്ട ഭാഗമാണ്. അതിനൊന്നും ഇന്ന് ഞാൻ തുനിയുന്നില്ല. ചില ആൾക്കാരുടെ ഇരിപ്പ് കണ്ടിട്ട് അത് പറയാനും തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞങ്ങ് നിർത്താം. ദൈവത്തിൻ്റെ കൈ വന്നാൽ എന്തൊക്കെ സംഭവിക്കും? ഇവിടെ കണ്ടോ, വായിച്ചതുണ്ടോ? രാത്രിയിൽ അവൻ എഴുന്നേറ്റു. ഈ പുള്ളി അങ്ങനെ രാത്രി എഴുന്നേക്കുന്ന ആളല്ല. പുള്ളി സന്ധ്യയാകുമ്പോഴേ കിടക്കുന്ന ആളാണ്, ഇല്ലയോ? സംശയമാണ്. ആരുടെ കാര്യമാണ്? ജേക്കബ്. പാസ്റ്റർ ജേക്കബ് സന്ധ്യയ്ക്ക് കയറി കിടക്കുന്ന ആളാണ്. ചില പാസ്റ്റർമാർ പറയില്ലേ, 7:30 കഴിഞ്ഞാൽ എന്നെ വിളിക്കരുത്, അത് തിന്നേച്ച് കയറി കിടക്കണം. അപ്പോൾ ജേക്കബ് 7 മണി സന്ധ്യയ്ക്ക് കിടന്നുറങ്ങുന്ന ആളാണ്. അതിലെയോ പണ്ട് ചേട്ടനെ പേടിച്ച് ഓടി വന്നപ്പോൾ ഒരു സ്ഥലത്ത് വന്നപ്പോൾ സൂര്യൻ വൈകി അസ്തമിച്ചു തുടങ്ങിയ പുള്ളി അവിടെ കിടന്നപ്പോൾ തലയണ വേണം നോക്കിയപ്പോൾ തലയണ കാണുമ്പോൾ ഒരു കല്ലെടുത്ത് തലയണയായിട്ടും വെച്ച് പുള്ളി കിടന്നു. സന്ധ്യയ്ക്ക് ഉറങ്ങുന്ന ആളാണ്. ഇപ്പം താണ്ട രാത്രിയായിട്ട് ഉറങ്ങുന്നില്ല. അപ്പം ഉറക്കം അളയ്ക്കാനും അറിയാം. നമ്മൾ ചിലരോട് ചോദിക്കല്ലേ, ഓൾ നൈറ്റ് പ്രയർ ഉണ്ട് അച്ഛമ്മേ അച്ഛനും പറയണം. പാസ്റ്റർ അങ്ങനൊന്നും ഞങ്ങൾക്ക് ഉറക്കളയ്ക്കാനൊന്നും ദൈവം ചിലപ്പോൾ ഒരു പിടിയങ്ങ് പിടിക്കും. അങ്ങ് ഇരിക്കുമ്പോഴായിരിക്കും വരാതിരിക്കട്ടെ, വന്നവരെ വിടുവിക്കട്ടെ. എൻ്റെ അഭിപ്രായം ലളിതമായിട്ട് അങ്ങ് പറയാം. സ്വന്തം മോള് പൂർണ്ണ ഗർഭവതിയായി പെട്ടെന്ന് വീട്ടിൽ വെച്ചൊരു പെയിനുണ്ടായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അമ്മ ഒരു കവറും എടുത്തുകൊണ്ട് അതൊക്കെ നിൽക്കും. നഴ്സുമാർ അവളെയും കൊണ്ട് അകത്തോട്ടങ്ങ് പോയി. ഈ തള്ള നോക്കി നിൽക്കുക ഗ്ലാസിൻ്റെ അവിടെ. അന്നേരം വേറെ നേഴ്സ് ഇറങ്ങി വന്ന് പറഞ്ഞ് അവിടെ പോയിരിക്കാൻ പറഞ്ഞു. അന്നേരം അവിടെ പോയിരുന്നു. അവർ പോയപ്പോൾ പിന്നെ അവിടെ വന്ന് നോക്കി നിൽക്കുക. ആന്നിപ്പോൾ അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഞരക്കവും കരച്ചിലും കേൾക്കാം അകത്ത്. സ്വന്തം മോടെ പെറ്റതള്ള എലിയോ ഇട്ടേച്ച് പോവുമോ? ആന്നിപ്പോൾ അവിടെ നിൽക്കും. അന്നേരം വേറെ നേഴ്സ് വന്ന് പറഞ്ഞ് വെള്ളം വല്ലതും പോയി കുടിച്ചേച്ച് വരാൻ. അന്നേരം വേറെ നേഴ്സ് വന്ന് പറഞ്ഞ് ഒരു 5-6 കുപ്പി രക്തമെങ്കിലും, ഇതെല്ലാം ബിസിനസ്സല്ലേ, ചുമ്മാ അയക്കുന്നതിന് വെപ്രാളം കിട്ടും. ഒരു 8 കുപ്പി അതിനവിടെ ബീപ്പയ്ക്കകത്ത് ഒഴിക്കാമെന്നോ? ചുമ്മാ നിന്നങ്ങ് വെപ്രാളപ്പെടുത്തിക്കളി. ഇതൊക്കെ ബിസിനസ്സാണ് കൂടുതലും. ഇപ്പോൾ എല്ലായിടത്തും അങ്ങനല്ലോ, കൊച്ചിൻ്റെ കളറ് മാറുന്നു. വെപ്രാളപ്പെടുത്തുക ഓരോന്നിനെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അമ്മ പോകും. ഞാൻ വിസ്തരിക്കുന്നില്ല. അമ്മ ഇവിടെ ഇങ്ങനെ നിൽക്കും. അപ്പം വൈകിട്ട് സന്ധ്യയ്ക്ക് കയറ്റി 7:00 7:30 8:30 9:30 ഒരു മറുപടിയില്ല. അപ്പോൾ ഇടയ്ക്ക് ചോദിച്ചു എന്തെങ്കിലും ആകുമ്പോൾ പറയാം അവിടെ പോയിരിക്കാൻ പറയുമ്പോൾ പോയിരിക്കും. അവർ പോകുമ്പോൾ പിന്നെയും വന്ന് നിൽക്കും. അങ്ങനെ നിന്ന് രാത്രി 12:30 1 മണിയായി 1:30 2:30 2:45 വേറൊരു ഡോക്ടർ വന്ന് പറഞ്ഞു 1-2 പേര് ഇവിടെ കാണണമെന്ന്. ഞാനിപ്പോൾ അവിടെ നിന്ന് അപ്പനും അമ്മയും അവിടെ നിൽക്കുക. നേരം വെളുത്തിട്ടും ഡെലിവറി നടന്നില്ല. 8:45 കഴിഞ്ഞപ്പം മെയിൻ ഡോക്ടർ വന്ന് പറഞ്ഞ് എന്നാ സിസേറിയനാന്ന് പറഞ്ഞു. മുടിരാത്രി നിന്നേ സഭയിലാന്നെ കസാരയെങ്കിലും ഉണ്ട്. അവിടെ പോയാന്ന് ഓട്ടോ. അപ്പോൾ ഇരിക്കാത്തവനെ ഇരുത്താൻ ദൈവത്തിനറിയാം, നിൽക്കാത്തവനെ നിർത്താൻ ദൈവത്തിനറിയാം, സ്തോത്രം പറയാത്തവനെ സ്തോത്രം പറയിപ്പിക്കാൻ ദൈവത്തിനറിയാം, ആരാധിക്കാത്തവനെ ആരാധിപ്പിക്കാനും ദൈവത്തിനറിയാം. കൈയടിക്കാത്തവനെ ഇപ്പം കൈയടിക്കണ്ട, ഒടുവിൽ ഈ വെട്ടുവാദം വരും. അപ്പോൾ എപ്പോഴും അടിച്ചിരിക്കണം. ഇപ്പോഴാകുമ്പോൾ പാട്ട് പാടുമ്പോൾ അടിച്ചാൽ മതി. മറ്റേ പിന്നെ എപ്പോഴും ഇങ്ങനെ കാപ്പി കൊടുക്കുമ്പോഴും തങ്കച്ചൻ അടിച്ചടിച്ചിരിക്കുക. അതിന് കാരണം എന്താ? ദോഷമൊന്നും വന്ന് കയറരുത്. ആരോഗ്യവും അവസരവും ഉള്ളപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. അപ്പം സന്ധ്യക്കേ കിടന്നുറങ്ങുന്ന യാക്കോബ് അർദ്ധരാത്രിയായിട്ട് ഉറങ്ങുന്നില്ല, എഴുന്നേറ്റിരിക്കുക. അങ്ങനെ ആയിട്ടിരിക്കുന്ന രാത്രിയിൽ അവൻ എഴുന്നേറ്റും. 2 ഭാര്യ റാഗേലും ലേയായും 2 ദാസി ബിൽഗ ശില്പ 11 പിള്ളേരെയും കൂട്ടി തിരിച്ചു.
അമ്മാവിയപ്പനും അമ്മാച്ചനുമാകുന്ന ലാബാന്റെ വീട്ടിൽ നിന്ന് യാക്കോബ് യാത്ര പുറപ്പെടുക. പോരാൻ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസവും എവിടെയോ പ്രസംഗിച്ചു പറഞ്ഞു, യാക്കോബ് ഒരു ദിവസം എഴുന്നേറ്റ് വന്നപ്പോൾ അളിയന്മാരുടെ സംസാരം ശരിയല്ല. ഒരളിയൻ മറ്റേ അളിയനോട്, ചേട്ടനും അനിയനും കൂടെ പറയാം, പിന്നെ നമ്മുടെ അളിയൻ ഉണ്ടല്ലോ ജേക്കോക്കുട്ടി അനുഗ്രഹം പ്രാപിച്ചു എന്ന് ജേക്കോക്കുട്ടി ദൈവം അനുഗ്രഹിച്ചല്ല, നമ്മുടെ അച്ചായനെ കളിപ്പിച്ചാന്ന്. അപ്പം മറ്റേ അനിയൻ ചോദിച്ചു, അതെങ്ങനെ ഒക്കെ ഉണ്ട്, നിനക്ക് അവനും വലിയ കളിപ്പീരുകാരനാണ്, അവനെ അപ്പനെ കളിപ്പിച്ചാന്ന് പറഞ്ഞു. അപ്പം അളിയന്മാരുടെ സംസാരം ജേക്കപ്പ് കേട്ടു. ജേക്കപ്പ് ഒന്നും പ്രതികരിച്ചാൽ വിജയിക്കത്തില്ല, അതുകൊണ്ടാണ് ഒന്നും മിണ്ടിയില്ല. ഉടനെ ജേക്കപ്പ് അമ്മായിയപ്പൻ്റെ മുഖത്തോട്ട് നോക്കി. അളിയന്മാരിങ്ങനെ പറഞ്ഞല്ലോ, അമ്മായിയപ്പൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു പദമുണ്ട്, അത് തൻ്റെ നേരെ മുമ്പേ ഇരുന്നത് പോലല്ല. ആണ്ട 31 ഒന്ന് വായിച്ചേ, നിങ്ങളുടെ ഓട്ടം കണ്ടിട്ട് ഞാനിപ്പം മനഃപൂർവ്വം എഴുതാന്ന് തോന്നുന്നു. ഉറക്കെ വായിരോ. എന്നാൽ തങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു എന്നും ഞങ്ങളുടെ അപ്പൻ്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെ സമ്പാദിച്ചു എന്ന് ലാബാന്റെ പുത്രന്മാർ പറഞ്ഞ വാക്ക് യാക്കോബ് കേട്ടു. അളിയന്മാരുടെ ഡയലോഗ് കേട്ടു. അടുത്തത്, യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറേ അത് തൻ്റെ നേരെ മുമ്പേ ഇരുന്നത് പോലല്ല. ഈ മുഖം കാണുമ്പോൾ അറിയാം ആള് ശരിയാണോ ഇല്ലയോ എന്ന്. യാക്കോബ് ലാബാന്റെ മുഖത്തോട് നോക്കിയപ്പോൾ അത് ഏതാ മുഖം തൻ്റെ നേരെ. ഈ മുഖത്ത് നമുക്ക് കറുത്തൊക്കെ ഞാൻ നിങ്ങൾ വിരിക്കുന്നെങ്കിലും മുഖത്തൊരു പ്രസാദം ഉണ്ടായിരിക്കണം. ഈ പുരുഷ ലക്ഷണത്തെ പറ്റി കവി പണ്ട് പറഞ്ഞിട്ടുണ്ട്, പ്രസാദം വദനത്തിങ്കലും കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. അതാ പുരുഷ ലക്ഷണം, പ്രസാദം. ഇത് കഷായം കുടിച്ച പോലെ യോഗത്തിന് വന്നിരിക്കുന്നത്. കൈപ്പുള്ള കഷായം കുടിച്ചാൽ മുഖത്തൊരു ഷേപ്പ് കേടുണ്ട്. നീ പുരുഷനല്ല, പുരുഷവേഷം കെട്ടിയെന്നല്ലാതെ പുരുഷനല്ലെന്നാ കവിയുടെ ഭാവന. പ്രസാദം വദനത്തിങ്കൽ, പിന്നെയോ കാരുണ്യം ദർശനത്തിൽ, നോട്ടത്തിൽ കരുണ വേണ്ടേ. മാധുര്യം വാക്കിൽ, വാക്കിനകത്ത് മധുരിമ ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. പുരുഷ ലക്ഷണമാണ്. എപ്പോഴും ചിരിച്ചിരിക്കരുത്, അത് അസുഖമുള്ളതുകൊണ്ടാണ്. അപ്പോൾ പുരുഷന്മാരുടെ ലക്ഷണമായി പറയുന്നത്. സ്ത്രീകൾക്ക് ഉണ്ട് ലക്ഷണം. നല്ല സ്ത്രീകളെ പറ്റിയൊക്കെ നീതിസാരത്തിൽ പറയുന്നുണ്ട്. കാര്യേഷു മന്ത്രി, കർണേഷു ദാസി, വീരേഷു പുത്രി, ക്ഷമയ, ദരിദ്രി, ലോകേഷു മാത, ഷഡ്കർമ്മ, നാരി, കുലധർമ്മ. ചീത്ത സ്ത്രീകളെ പറ്റി എഴുതിയിട്ടുണ്ട്. വിവാദശീലാം സ്വയമർത്ഥജോരിണീം പരാനുകൂലാം പതിദോഷഭാഷിണി. അപ്പം നല്ല പുരുഷ ലക്ഷണം പ്രസാദം വദനത്തിങ്കിലും കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ എന്ന. അപ്പം അമ്മായിയപ്പൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി ഇവർക്ക് ആർക്കും തൃപ്തിയില്ല. യാക്കോബ് തൻ്റെ ഭാര്യമാരെയും പിള്ളേരെയും കൂട്ടിക്കൊണ്ട് അവിടെ വിട്ട് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടു വരുമ്പോൾ തൻ്റെ ഹൃദയത്തിനകത്തൊരു വേദനയുണ്ട്. കാരണം ഇപ്പം തിരിച്ചു പോകുന്നത് വീട്ടിലോട്ട് പോവുക, അങ്ങ് ബദലിലോട്ട് തൻ്റെ വീട്ടിലോട്ട് പോവുക. അപ്പോൾ പോകുമ്പോൾ തൻ്റെ ഉള്ളിൻ്റെ വേദന, 10-20 കൊല്ലം മുമ്പ് ചേട്ടൻ കൊല്ലാൻ നിൽപ്പുണ്ട് അവിടെ കത്തിയായിട്ട്. അവൻ കത്തിയായിട്ട് നിൽക്കുക കൊല്ലാൻ. അവനെ പേടിച്ചാൽ ഇവിടെ വന്നിപ്പോൾ ഇവിടെ നിൽക്കാൻ മേല. അപ്പോൾ അവിടെ ഒക്കത്തില്ല, ഇവിടെ ഒക്കത്തില്ല, തിരിച്ച് അവിടേക്ക് തന്നെ പോവുക. ഇത് ഈ ഭാര്യമാരോടും പിള്ളേരോടും ഒന്നും പറഞ്ഞില്ല. ഏതാ എൻ്റെ ചേട്ടൻ ഇങ്ങനെ കത്തിയായിട്ട് നിൽക്കുക അന്ന് പെൺപിളയോട് പറഞ്ഞ അവൾ പറയാം, എന്നാൽ പിന്നെ നമുക്ക് മുഖഭാവം ശരിയല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുന്നതാ, കത്തിക്ക് കുത്തേറ്റി ആകുന്നല്ലേ നല്ലത്, പള്ളു കേട്ടാന്നല്ലേ ഈ കുടുംബത്തിൽ താമസിക്കുന്നതാ, ഈ പെണ്ണുങ്ങളിൽ ഒപ്പിക്കും. ഈ ചില സഹോദരന്മാരോട് ഞാൻ സംസാരിക്കാറുണ്ട്. എവിടെ ഞാൻ മിക്കവരോടും ചോദിക്കുമ്പോഴെല്ലാം ഈ ഭാര്യമാരുടെ വീടിനടുത്താണ് അവരും വീട് വെച്ചേക്കുന്നത്. അവൻ്റെ നാടുമായിട്ട് അങ്ങനെ വലിയ അതെന്നാന്നിപ്പോൾ എന്നോട് ചോദിക്കരുത്, ഞാൻ പിന്നെ പറയാം. അപ്പം ഈ പെണ്ണുങ്ങൾ കയറി പറയും, ആട്ടുകൊണ്ടാലും കുഴപ്പമില്ല, ഇവിടെ കത്തിക്ക് കുത്തട്ടി ആകണ്ടല്ലോ. അപ്പം അതുകൊണ്ട് യാക്കോബ് ഇതൊന്നും മിണ്ടിയില്ല. തൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ വേദനയുണ്ട്.
യേശാവ് തന്നെ കൊല്ലാനിരിക്കുക. യേശാവിനെ പേടിച്ചാ പണ്ട് ഓടിപ്പോകുന്നത്. ഇപ്പൊ തന്നെ ഇവിടെ നിൽക്കാൻ മേല, ആകെ മനോവേദന. പക്ഷെ ആരോടും പറഞ്ഞില്ല. നീറുന്ന വേദനയുമായി ഗദ്ഗദത്തോടെ യാക്കോബ് യാത്ര തിരിച്ച് തനിക്കുള്ളതെല്ലാം കൊണ്ടുവന്ന് യാബോക്ക് കടവിന്റെ തീരത്ത് വന്ന് എല്ലാം അക്കരെ കടത്തിയിട്ട് താൻ തനിയെ ശേഷിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ മല്ല് പിടിച്ചെങ്കിലും ഹോശിയ പ്രവചനത്തിലൊക്കെ വായിക്കുന്നത് അവൻ പ്രാർത്ഥിച്ചെന്നാണ്. രാത്രി മുഴുവൻ യാക്കോബ് പ്രാർത്ഥിച്ചു, കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. സംഭവിച്ചത് എന്താണെന്നറിയാമോ? ആ നേരം വെളുത്തിട്ടും പ്രാർത്ഥന നിർത്തിയില്ല. പോരാടി പ്രാർത്ഥിക്കുക. തൻ്റെ പ്രാർത്ഥനയുടെ വിഷയം എന്നാണെന്നറിയാമോ? ദൈവമേ, ഇവിടെ നിൽക്കാൻ മേലാത്ത സ്ഥിതിയാ, ഞാൻ നാട്ടിലോട്ട് ചെല്ലുക, സ്വന്തം വീട്ടിൽ ഏശാവെന്നെ കൊല്ലാൻ നിൽക്കുക, ഇതിന് ദൈവം ഒരു വിടുതൽ തരണം. എന്നെ വകവരുത്തുവാൻ നിൽക്കുന്ന ജ്യേഷ്ഠനുണ്ട്, ഇതിന് ദൈവം ഒരു വിടുതൽ തരണം. മല്ല് കെട്ടി പ്രാർത്ഥിച്ചു. നേരം വെളുത്തിട്ടും പ്രാർത്ഥന നിർത്തിയില്ല. അപ്പൊ ദൂതൻ പറഞ്ഞടാ, ഇനിയേലും എന്നെ ഒന്ന് വിടത്തില്ലെന്ന് കണ്ടപ്പോൾ യഹോവയുടെ ദൂതൻ യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടു. അപ്പൊ തൊട്ടു എന്ന് പറഞ്ഞാൽ തൻ്റെ ദൂതന്റെ കരം കൊണ്ട് യാക്കോബിനെ ഒന്ന് തൊട്ടു. അങ്ങനെ ഞാൻ ഇങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കാം. ഈ പഴയ നിയമത്തിൽ പല സ്ഥലത്തും ദൂതൻ എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പഠിച്ചാൽ യഹോവയായ ദൈവം തന്നെ. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു വ്യാഖ്യാനം അങ്ങ് തരാം. വലിയ കുഴപ്പമുണ്ടെന്ന് ടീച്ചർമാരും ഒക്കെ ഇരിക്കുന്നു. എങ്കിലും ഞാനങ്ങ് പറയാം, വലിയ അപാകതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് രാത്രി ദൈവം തൻ്റെ കരം കൊണ്ട് യാക്കോബിനെ തൊട്ടു. യഹോവയുടെ കരം യാക്കോബിനെ സ്പർശിച്ചു, തൊട്ടു. ഒരു ഉളുക്കൊക്കെ വന്നെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായി. അങ്ങനെ വിടുതൽ കിട്ടി. തമ്പുരാൻ പറഞ്ഞു, നിന്റെ പേരെന്നാ? അപ്പയും പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ്. സത്യം പറഞ്ഞല്ലോ. പണ്ട് അപ്പച്ചൻ ചോദിച്ചു, പേരെന്നാ? യേശാവ്. അന്നേരം അപ്പച്ചൻ ചോദിച്ചു, പിന്നെ ശബ്ദം യാക്കോബിൻ്റെ പോലെ? അത് ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ഞാൻ കൂടുതൽ പാട്ട് ലീഡ് ചെയ്തത് ഞാനാ. അങ്ങനെ തൊണ്ടയങ്ങ് ഇവൻ തുരമാറ്റി പറഞ്ഞതാ. അപ്പൻ്റെ അടുക്കെ കള്ളവൊക്കെ പറഞ്ഞ് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചെങ്കിലും ദൈവം തമ്പുരാൻ ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞു. കുഞ്ഞേ, ദൈവത്തോട് സത്യം പറഞ്ഞോണം, ദൈവസന്നിധി സത്യം പറഞ്ഞോണം, ദൈവസന്നിധിയിൽ വിളച്ചിൽ കാണിക്കരുത്, ദൈവത്തോട് കാര്യമെല്ലാം തുറന്ന് പറയണം. തമ്പുരാനും മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അവൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ്, ബാക്കി എൻ്റെ ഒരർത്ഥം ഉപായി എന്ന സത്യം പറഞ്ഞു. അപ്പം തമ്പുരാൻ പറഞ്ഞാട്ടെ, നീ ഇപ്പോഴേലും സത്യം പറഞ്ഞ് നേരെയായല്ലോ, ഇനി നിൻ്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രഭു. എന്റെ ഭാഷ പറഞ്ഞ ദൈവത്തിന്റെ കരം നിന്നെ തൊട്ടാൽ നിന്റെ പേരും പ്രകൃതിയും മാറും. ഇന്ന് രാത്രി രക്ഷിപ്പാൻ കഴിയാതെ വണ്ണ യഹോവയുടെ കൈ കുറുകയില്ല. ദൈവത്തിന്റെ കരം നിന്നെ തൊട്ടാൽ പേര് മാറും, പ്രകൃതി മാറും. അതിലെ നമ്മളെ പണ്ട് കണ്ടുവരുന്ന കണ്ടിട്ട് മനസ്സിലായില്ല, പെന്തക്കോസിലല്ലയോ? അതാ മനസ്സിലാകുകയല്ല. പേരും പ്രകൃതിയൊക്കെ മാറും. ചട്ടകം പോലെ ഇരുന്നതെല്ലാം പെന്തക്കോസ് വന്നൊരു 10 കൊല്ലം കഴിയുമ്പോൾ കുട്ടകം പോലെ ആകും. പേരും പ്രകൃതിയൊക്കെ മാറുവന്ന് ഒന്നുമില്ലേ. ഒരു പൊലിമയുണ്ടല്ലോ യോഗത്തിന് ഇരിക്കുന്നത് തന്നെ. സ്വോത്രമൊന്നും പറഞ്ഞില്ലെങ്കിലും ഒരു പൊലിമയില്ലയോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദൈവം നിന്നെ തൊട്ടാൽ പേരും പ്രകൃതിയും മാറും. മാത്രമല്ല, ഓടിച്ചവസാനം പിറ്റേന്ന് അക്കരെ ചെന്നപ്പോൾ ഏശാവ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കഴുത്തിൽ വീണ് ചുംബിച്ച് ആലിംഗനം ചെയ്ത് രണ്ടുപേരും കരഞ്ഞു. എന്ന് പറഞ്ഞാൽ വിരോധമായി നിന്നവനെല്ലാം അനുകൂലപ്പെട്ടു വന്നു. ഇന്ന് രാത്രി ദൈവം നിന്നെ തൊട്ടാൽ നിനക്ക് വിരോധമായി നിൽക്കുന്നവരെല്ലാം അനുകൂലപ്പെട്ട് ആൾക്കാർ പോകുന്നതുകൊണ്ട് ഞാൻ പ്രസംഗം അങ്ങ് നിർത്തുക. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ബാക്കി അടുത്ത യോഗത്തിന് പ്രസംഗിക്കാം. അപ്പോൾ ഇത് കർത്താവിന് മഹത്വം. സമയമായല്ലോ, ദൈവത്തിന് മഹത്വം. എല്ലാവരും അല്പസമയങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവം നിന്നെ തൊട്ടാൽ നിന്റെ പേര് മാറും, പ്രകൃതി മാറും, അനുഗ്രഹത്തിൻ്റെ പേര് തരും. വിരോധമായി നിൽക്കുന്നവനല്ല ഇന്ന് രാത്രി അനുകൂലപ്പെട്ട് വരും. ദൈവം നിന്നെ സ്പർശിക്കുവാൻ, ദൈവം നിന്നെ തൊടാൻ, ദൈവം നിന്നോട് സ്പർശിക്കുവാൻ, ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനമേൽക്കാൻ എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയില്ല. ഇന്ന് രാത്രി ദൈവം നമ്മെ സ്പർശിക്കുവാൻ എല്ലാവരും പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ മഹത്വം. യാക്കോബിനെ തൊട്ടകരം കുറുകിപ്പോയില്ല. ഇന്ന് രാത്രി അദൃശ്യനാകുന്ന യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള ഭുജം ആമേൻ നിന്നെ സ്പർശിക്കുവാൻ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യത്തോടെ പറഞ്ഞങ്ങ് നിർത്താം. കാൽവറിയിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. രണ്ട് കള്ളന്മാരുടെ നടുവിൽ, രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ, രണ്ട് പ്രാണികളും അവൻ ക്രൂശിൽ അവൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കാരിരുമ്പാണികൾക്കായി തുളയ്ക്കപ്പെട്ട പൊൻകരം. പ്രൈസ് ദ ലോർഡ്. എന്തിനാ യേശു തന്റെ കരത്തിൽ ആണികൾ തുളയ്ക്കപ്പെട്ടത്? ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ അക്രമങ്ങളും അനീതികളും പാപങ്ങളും പരിഹരിക്കുവാൻ, സകല ശാപദോഷങ്ങളും മാറ്റിത്തരുവാൻ, സകല ശാപങ്ങളും മാറിക്കിട്ടുവാൻ യേശു ക്രിസ്തുവിന്റെ തിരുക്കരം നമുക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ടു. ആ കരം ഇന്ന് രാത്രി നിന്നെ സ്പർശിക്കേണ്ടതിന് എല്ലാവരും പ്രാർത്ഥിക്കാം. താൻ മരിച്ചു, അടക്കപ്പെട്ട് മൂന്നാം ദിവസം യേശു ഉയർത്തു. തന്റെ അടിമ ശിഷ്യന്മാർക്കെല്ലാം ക്രിസ്തുവേശു പ്രത്യക്ഷപ്പെട്ട് ഒടുവിലായിട്ട് 40 ദിവസം അവരുടെ കൂടെ ഇരുന്ന് ഒടുവിലവരെ കൂട്ടി ബഥാന്യോളം കൊണ്ടുപോയി. വാക്യം എടുപ്പിക്കുന്നില്ല. ലൂക്കോസ് 24:50 മുതൽ പഠിക്കുമ്പോൾ ബഥാന്യോളം കൂട്ടിക്കൊണ്ട് ചെന്ന് അന്ത്യകൽപ്പന കൊടുത്തേച്ച് അവർ നോക്കി നിൽക്കുമ്പോൾ അവൻ മുകളിലോട്ട് ഉയർന്നു പോകയിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ആ കരം ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുകയാ. നിന്നെ അനുഗ്രഹിക്കുന്ന കരം, അനുഗ്രഹിക്കുന്ന കരം. അവൻ കുറുകിപ്പോയിട്ടില്ല. ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഓ ദൈവത്തിന് മഹത്വം. ഒരു പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. യാക്കോബിൻ ദൈവം എന്നും നമുക്കുള്ളവൻ, നമ്മെ ജീവ പര്യന്തം കാത്തിടുമേ. ഓ യാക്കോബിൻ ദൈവമെന്നും നമ്മെ ജീവ പര്യന്തം കാത്തിടുമേ. ഓ ഓരോ ദിവസം നൽകി നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിടുമേ. ഓരോ ദിവസവും നമ്മെ ഇമ്മാനുവേലവൻ തൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ രക്ഷകൻ. ഹല്ലേലൂയ, അവൻ ഓ ഹല്ലേലൂയ, അവൻ ഓ ഹല്ലേലൂയ. കൃതാത്മനായ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ, കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ.